പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജി ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ദ ഡിജിറ്റൽ എക്കോണമി. ഡിജിറ്റൽ എക്കോണമിയുടെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യുന്നതിന് വളർന്നു വരുന്ന ട്രെൻഡ്സും ടെക്നോളജിയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. AI is a revolutionary in the digital economy by enabling machine to learn from data, make a decision and perform tasks that typically require human intelligence. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ എക്കോണമിയിൽ ഒരു റവല്യൂഷൻ ആണ് AI എന്ന് പറയുന്നത്. ഇനാബിളിംഗ് മെഷീൻ ടു ലേൺ ഫ്രം ഡാറ്റ. ഡാറ്റയിൽ നിന്ന് മെഷീൻ ലേൺ ചെയ്യണം, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസിഷൻ എടുക്കാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ടാസ്ക് പെർഫോം ചെയ്യുക. ദാറ്റ് ടിപ്പിക്കലി റിക്വയർ ഹ്യൂമൻ ഇന്റലിജൻസ്. ഹ്യൂമൻ ഇന്റലിജൻസ് ആവശ്യമുള്ള ഒരു സാധനം എന്ത് ചെയ്യാണ്? മെഷീൻ എന്ന് എന്ത് ചെയ്യുക? ലേൺ ചെയ്തിട്ട് അതിന്റെ ഡിസിഷൻ എടുക്കണം. ഫ്രം ചാറ്റ്ബോട്ട് ആൻഡ് റെക്കമെൻഡേഷൻ എഞ്ചിൻ ടു ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് പ്രൊഡക്റ്റീവ് അനാലിസിസ്. ചാറ്റ്ബോട്ടുകളും റെക്കമെൻഡേഷൻ എഞ്ചിനും ഫ്രോഡ് ഡിറ്റക്ഷൻ പ്രൊഡക്റ്റീവ് അനാലിസിസും എന്ത് ചെയ്യുന്നുണ്ട്? ചാറ്റ്ബോട്ട് റെക്കമെൻഡേഷൻ എഞ്ചിൻ ടു ഫ്രോഡ് ഡിറ്റക്ഷനും പ്രെഡിക്റ്റീവ് അനാലിസിസും ചെയ്യുന്നുണ്ട്. AI എൻഹാൻസ് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുന്നത് പേഴ്സണലൈസേഷൻ, ഓട്ടോമേഷൻ അക്രോസ് ഇൻഡസ്ട്രി. ഒരു വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ അതിന്റെ എഫിഷ്യൻസി ഉയർത്തുന്നുണ്ട്. പേഴ്സണലൈസേഷൻ ഇതാക്കുന്നുണ്ട്. ഓരോരുത്തരെ പേഴ്സണലൈസ് ചെയ്തിട്ടുകൊണ്ടുള്ള ആഡ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓട്ടോമേഷൻ, ഓക്കെ, ഇൻഡസ്ട്രി ലൈക്ക് ഫിനാൻസ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ബ്ലോക്ക് ചെയിൻ provides a secure and transparent and decentralized way to store and verify data. ഡാറ്റ സ്റ്റോർ ചെയ്യുക, വെരിഫൈ ചെയ്യുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബെസ്റ്റ് നോൺ ആസ് ദ ടെക്നോളജി ബിഹൈൻഡ് ക്രിപ്റ്റോകറൻസി. ക്രിപ്റ്റോകറൻസിക്ക് ബിഹൈൻഡിലുള്ള ടെക്നോളജി ബ്ലോക്ക് ചെയിൻ ആണ്. ബട്ട് ഈസ് അപ്ലിക്കേഷൻ ഗോ ഫാർ ബിയോണ്ട് സച്ച് as in supply chain management, digital identity verification, smart contract, secure financial transaction. ഇത് അതിൽ മാത്രമല്ല, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിജിറ്റൽ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ, സ്മാർട്ട് കോൺട്രാക്ട്, സെക്യൂർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ടാമ്പർ പ്രൂഫ് നേച്ചർ ബിൽഡ് ട്രസ്റ്റ് ഇൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആൻഡ് റെഡ്യൂസ് ഫ്രോഡ്. ദ മെറ്റാവേഴ്സ് നമ്മൾ അറിയാവുന്നതാണ്. വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഒക്കെ നമ്മൾ കേട്ടു. മെറ്റാവേഴ്സ് ഇസ് എ വെർച്വൽ ആൻഡ് ഇമ്മേഴ്സീവ് ഡിജിറ്റൽ വേൾഡ് വേർ യൂസേഴ്സ് ക്യാൻ ഇന്ററാക്ട്, സോഷ്യലൈസ്, വർക്ക് ആൻഡ് ഷോപ്പ് യൂസിങ് അവതാർസ്. അവതാരം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, സോഷ്യലൈസ് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും, ഷോപ്പ് ചെയ്യാൻ പറ്റും. ഇതിനെ എന്ത് പറയാ? മെറ്റാവേഴ്സ്. നമ്മൾ വളരെ റിയൽ വേൾഡിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഷോപ്പ് ചെയ്യുന്നത് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇനാബിൾഡ് ബൈ ടെക്നോളജി ലൈക്ക് VR, വെർച്വൽ റിയാലിറ്റി, AR, ഓഗ്മെന്റഡ് റിയാലിറ്റി ആൻഡ് 3D എൻവയോൺമെന്റ്. ദ മെറ്റാവേഴ്സ് ഈസ് എക്സ്പെക്ടഡ് ടു ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ഡിജിറ്റൽ ബിസിനസ്സിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. എഡ്യൂക്കേഷൻ, റിയൽ എസ്റ്റേറ്റ് ആൻഡ് എന്റർടൈൻമെന്റ്, ബ്ലെൻഡിംഗ് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ എക്സ്പീരിയൻസ്. IoT, Internet of Things. IoT connect everyday object like appliances, cars and health devices to internet, enabling real-time data exchange and automation. This technology is driving smart homes, smart cities, industrial automation, making life more convenient and efficient while generating vast amount of useful data. ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയുടെ ഓട്ടോമേഷൻ ഈസി ആക്കാം. ഓക്കെ, നമ്മൾ അതിനാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അതൊരു സെർവറായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും. ആ സെർവറിൽ കണക്ട് ചെയ്തിട്ട് അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്കും അതിന്റെ ഇത് എത്തും. ഓക്കെ, അത് ഓരോരുത്തർക്ക് നമ്മളൊരു ഓഫീസിൽ പോയാൽ ഓഫീസിൽ ഇവിടെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത ഘട്ടത്തിൽ പോകുമ്പോൾ ഫീസ് അടച്ചത് ആ മെയിൻ ഓഫീസറെ ടാബിളിൽ അത് കാണും. ഓക്കെ, ഈ രീതിയിലാണ് സ്മാർട്ട് ഹോം, സ്മാർട്ട് സിറ്റി, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ വർക്ക് ചെയ്യുന്നത്. 5G കണക്ടിവിറ്റി. 5G is the next generation of wireless technology that offers ultra fast internet speed. വയർലെസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അൾട്രാ ഫാസ്റ്റ് ഇന്റർനെറ്റ് സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്ന നെക്സ്റ്റ് ജനറേഷൻ ഇതാണ് 5G. ഓക്കെ, 5G കണക്ടിവിറ്റി, ലോ ലാറ്റൻസി ആൻഡ് ഹയർ കണക്ടിവിറ്റി. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പവറിംഗ് അഡ്വാൻസ്ഡ് ഡിജിറ്റൽ സർവീസ്. പവർ ചെയ്യുന്നതിന് ഇത് വളരെ അത്യാവശ്യമാണ്. റിമോട്ട് വർക്ക്, റിയൽ ടൈം ഗെയിമിംഗ്, സപ്പോർട്ടിംഗ് ടെക്നോളജി ലൈക്ക് IoT ആൻഡ് ഓട്ടോണമസ് വെഹിക്കിൾ, paving the way highly connected digital economy. Cloud computing. Cloud service allows individual and businesses to store, access and process data over the internet instead of an local server. ലോക്കൽ സെർവറിന് പകരമായിട്ട് ഒരു ക്ലൗഡിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക, ആക്സസ് ചെയ്യുക, പ്രോസസ് ചെയ്യുന്നതിന് എന്ന് പറയാം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. It supports scalability, cost efficiency and remote collaboration, which is especially important digital startup and global business. ഡിജിറ്റൽ സ്റ്റാർട്ടപ്പിനും ഗ്ലോബൽ ബിസിനസ്സിനും ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. Edge computing process data closer to the source rather than sending the distant data center. ഇത് ക്ലൗഡിലേക്ക് അയക്കുന്നതിന് മുമ്പ് അതിന്റെ സോഴ്സിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതിനെ എന്താ പറയാ? എഡ്ജ് കമ്പ്യൂട്ടിംഗ്. ദിസ് റെഡ്യൂസ് ലാറ്റൻസി, ഇംപ്രൂവ് റിയൽ ടൈം പെർഫോം ചെയ്യാൻ പറ്റും. ഈ ഓട്ടോമാറ്റിക് കാറുകളൊക്കെ എഡ്ജ് കമ്പ്യൂട്ടിംഗ് ആണ്.
ആൻഡ് ഈസ് യൂസ്ഫുൾ ഇൻ ഏരിയാസ് ലൈക്ക് ഓട്ടോണമസ് വെഹിക്കിൾ, ഹെൽത്ത് കെയർ മോണിറ്ററിംഗ്, സ്മാർട്ട് മാനുഫാക്ചറിംഗ്, ഇതിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതോടുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയതായിട്ട് വളർന്നു വരുന്ന ടെക്നോളജിയും ട്രെൻഡ്സും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകും കരുതുന്നു. ഓക്കെ, താങ്ക് യു.